ഗുഡ് മോർണിംഗ് എവരിവൺ. യെസ്, ഇന്ന് ഞാൻ പറയുന്നത് ലോകത്ത് യുദ്ധത്തിന്റെ അങ്ങ് വളരെ സജീവമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി ഇനി എന്താണ് അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കണം. മനസ്സിലാവുന്നു? യുദ്ധം എന്താണെന്നും ഈ യുദ്ധത്തിൻ്റെത് അടിസ്ഥാനം എങ്ങനെയാണ്. നമ്മളിപ്പോ പറയുന്നു, ഇപ്പൊ വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ ഈ യുദ്ധത്തിലൂടെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടെ? ഗ്യാസിന്റെ, ഓയിലിന്റെ ഒക്കെ പ്രശ്നമാണ്. മനസ്സിലായി? അപ്പൊ ഈ ക്രൂഡ് ഓയിലിന്റെ വരവ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന രാജ്യങ്ങളും ഈ ഗൾഫ് കൺട്രീസ് ആണ്. എക്സ്പെഷ്യലി ഈ ഹോർമൂസ് എന്ന് പറയുന്ന കടലിടുക്കിലൂടെ ഒരു ദിവസം നടക്കുന്ന ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തൂടെ പോകുന്ന ഓയിലിന്റെ അളവെന്ന് പറഞ്ഞാൽ ലോകത്ത് 25% ഹാൻഡിൽ ചെയ്യുന്ന അവിടം കൊണ്ടാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് എവിടാണ്? അത് ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം എങ്ങനെയാണ്, കരമാർഗം പോകാൻ പറ്റും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അറിവ് നിങ്ങൾ നേടിവെക്കണം. വേണോ? വേണം. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞൊരു ദിവസം ഞാൻ യുദ്ധത്തിന്റെ ബേസ് എല്ലാം പറഞ്ഞു തന്നു. എന്തുകൊണ്ടാണ് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്, എന്താണ് ഇസ്രായേലിന്റെ ഭയം എന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ചു. ഇപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നില്ല, അത് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോ കാണാത്തവരാണെങ്കിലും ഇതിനകത്ത് പോയി സെർച്ച് ചെയ്താൽ മതി. കാരണം ഇത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്കൊരു സ്പോണ്ടേനിയസ് ഒരിടത്തോട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കുക, ഇതിനെപ്പറ്റി ഇപ്പോഴത്തെ യുദ്ധത്തെ പറ്റി ഒരു പ്രസംഗം നടത്താൻ പറ്റുമോ? അപ്പോഴേ നിങ്ങൾക്ക് ഈ പ്രസംഗം നടത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം? അതിന്റെ അറിവുണ്ടാവണം. മനസ്സിലായോ? ഈ അറിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, പറയാൻ പറ്റൂ. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാര്യത്തെ പറ്റിയുള്ള അറിവ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഭയപ്പെടേണ്ട, ഞാൻ ആ യുദ്ധത്തിന്റെ അന്ന് പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാ പറയുന്നത്. ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ കടന്നു പോവാം. അതായത് ക്രിസ് റൈറ്റ്, ക്രിസ് റൈറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ഈ എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റ്, സെക്രട്ടറിയാ. USA എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ക്രിസ് റൈറ്റ് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ക്രിസ് റൈറ്റ് പറയുന്നത് ഇറാനെതിരെ അല്ലെങ്കിൽ ഹോർമൂസ് പിടിച്ചെടുക്കണം, ഹോർമൂസിന്റെ നിയന്ത്രണം എടുത്താലേ സുഗമമായി കപ്പലുകൾ പോകും. ഒരു ദിവസം അതിലേക്കൂടെ പോകുന്ന കപ്പലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 80 മുതൽ 130 വരെ കപ്പലുകൾ പോകും ഒരു ദിവസം. മനസ്സിലാവും? ഇപ്പൊ യുദ്ധം തുടങ്ങിയതിനു ശേഷമോ 2, 3, 4 ഇത്രയും മാക്സിമം പോകും. അപ്പൊ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി എല്ലാം തകിടം മറിയും ഇങ്ങനെ പോയാ. അപ്പം ഇറാനും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇറാന്, ഞാൻ ഇതിന്റെ എല്ലാം ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു ഇത് പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എക്സാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയുടെ അറിവും കാര്യങ്ങളും ഒക്കെ വെച്ച് പറയുന്നതാണ്. എക്സാക്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇടുകയും ചെയ്യാം. അപ്പൊ ഇതിനകത്ത് തെറ്റ് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നു? അപ്പൊ ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറഞ്ഞ് ഇറാന്റെയും അതോടൊപ്പം തന്നെ ഒമാന്റെയും സൈഡിൽ കിടക്കുക. എവിടെ? ഇറാന്റെയും ഒമാന്റെയും ഇടയ്ക്കാണ് ഈ ഹോർമൂസ് കടൽ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഏകദേശം എത്ര കിലോമീറ്റർ വരുന്നു? 34 കിലോമീറ്റർ വീതി. അതിന് എത്ര? കടലിടുക്കിന് എത്ര? 34 കിലോമീറ്റർ എന്തുകൊണ്ട് വീതിയുള്ള സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ കപ്പൽ പോകുന്ന ഏരിയ എത്രയെന്നറിയാമോ? എത്ര? 2-3 കിലോമീറ്ററിലൂടെ മാത്രമേ അത് 34 കിലോമീറ്റർ ഉണ്ട്. മനസ്സിലാവുന്നു? അതിൽ 2-3 കിലോമീറ്റർ വെച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കപ്പല് പോകുന്നുള്ളൂ. ആ ഏരിയ കൂടെ പോകുന്നത്, അതിലേ കൂടാണ് പോകുന്നത്. നിങ്ങൾ എത്ര? 130ഓളം വലിയ കപ്പലുകൾ, അല്ലെങ്കിൽ 80 മുതൽ 130, 100 ശരാശരി വെക്കാം. 100 കപ്പലുകൾ ഈ ഹോർമൂസ് സ്ട്രീറ്റിലൂടെ, ഡെവസ് സ്ട്രീറ്റിലൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മനസ്സിലാവുന്നു? അപ്പൊ ഇപ്പൊ പോകുന്നത് ഇത്രയും ചെറുതാ. കാരണം എന്താണെന്ന് ചോദിച്ചാ, ഇതിനകത്ത് ചില ഭാഗങ്ങള്, ഈ ഇറാന് ചില ഭാഗങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് 10 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഭൂപ്രകൃതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മനസ്സിലാവുന്നു? അപ്പം ഇറാൻ ഏറ്റവും അടുത്ത സ്ഥലമാണ് ഏത്? ഈ ഹോർമൂസ് എന്ന് പറയുന്ന കടലിടുക്ക്. മനസ്സിലാവുന്നു? അപ്പം ഇവർക്ക് ഈ സ്ഥലം നിയന്ത്രിക്കാൻ ഈസിയാണ്. എന്താണ്? ഇവർക്ക് ഈ സ്ഥലം എന്താണ്? നിയന്ത്രിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് യവന്മാരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതിലേക്കൂടെ യവന്മാരുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കപ്പൽ പോവുക പാടാം. പ്രത്യേകിച്ച് ഇതിനകത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ 90,000 അത്രയും വലിയ മെട്രിക് ടൺ സാധനങ്ങളാ പോന്നെ. അപ്പൊ ഈ സാധനം ഏതെങ്കിലും ഒരെണ്ണം അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാവും. ഇവന്മാര് ബോംബിട്ട. ഇവന്മാർക്ക് ചാവേർ ബോട്ടുകളുണ്ട്. ആർക്കാ?
ഇറാന് ചാവേർ ബോട്ടുകൾ, അതിനകത്ത് ഡ്രൈവർ ഒന്നും കാണത്തില്ല. ഇത് 10 കിലോമീറ്റർ പോരെ, അല്ലെ 20 കിലോമീറ്റർ. ഞാൻ പറഞ്ഞു മാക്സിമം 34 കിലോമീറ്ററേ മൊത്തത്തേ ഉള്ളൂ. ഇതിൽ എത്ര കിലോമീറ്റർ, പാതി വരുമ്പോ എത്ര, 15 കിലോമീറ്റർ അല്ലെ 17 കിലോമീറ്റർ. അതിനിടയ്ക്ക് തന്നെ ചില സ്ഥലത്ത് ഇറാന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചാവേർ ബോട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് സ്പീഡേ വന്ന് ഇവിടെ ഈ സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ കപ്പലിനെ അടിച്ചു കളയും. അപ്പൊ ഇതേപോലുള്ള പ്രതിസന്ധികളൊക്കെ ഭയന്ന് അവരുടെ പെർമിഷൻ വെച്ച് ഇത്രയും ദൂരത്തുനിന്ന് അപ്പൊ ചോദിക്കും ഏത് രാജ്യത്തിന്റെ ഓയിൽ അതുവഴി പോകുന്നതെന്ന്. അതായത് ഇറാഖിൽ നിന്നുള്ളത്, ഈ ഇറാഖും ഇറാനും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുബായിയും വലിയ ദൂരമൊന്നും അല്ല. ഈ ദുബായി എന്നൊക്കെ പറഞ്ഞ ഒരു കടലുണ്ട്. കടലിന്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത്, കടലിന്റെ അപ്പുറത്തെ സൈഡ് അതൊരു 150 കിലോമീറ്റർ 200 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. മനസ്സിലാവുന്നോ? ആ രാജ്യങ്ങളെല്ലാം കുവൈറ്റ് ആയാലും അതുപോലെ തന്നെ കുവൈറ്റ് ആയാലും ഇറാഖ് ആയാലും ദുബായ് ആയാലും ഖത്തർ ആയാലും ഒക്കെ ഇവർക്ക് ഇത്രയും ദൂരേ ഉള്ളൂ. ഒമാൻ ആയാലും. മനസ്സിലാവുന്നോ? യഥാർത്ഥത്തിൽ ഒമാനിലൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരാവുന്ന ഒരു പാത്തുണ്ട്. പക്ഷെ എന്നാലും അത് ഇറാന്റെ ഒരു സ്ഥലത്തൂടെ കയറി വരാൻ പറ്റൂ. അതുകൊണ്ട് അതും വലിയ പാടാണ്. അപ്പോ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ഈ കപ്പലുകൾ വരുന്ന ആ പ്രത്യേക സ്ഥലം ഞാൻ പറഞ്ഞു, മൊത്തത്തിൽ 34 കിലോമീറ്റർ ആണ്. അതിനകത്ത് തന്നെ ഒമാനും ഇറാനും ഇടയിലാണ് ഇതെന്ന് പറഞ്ഞു. അതിൽ കപ്പൽ പോകുന്ന 2-3 കിലോമീറ്ററിനകത്തുള്ള സ്ഥലത്തൂടാണ് പോകുന്നത്. അപ്പൊ എപ്പോ വേണമെന്നുണ്ടെങ്കിലും ഈ ഇറാൻ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇങ്ങനെ വെള്ളത്തിനടിക്കൂടെ പോകുന്ന സബ്മറൈൻ വരെ സെറ്റ് ചെയ്ത് വെച്ചേക്കും ഇവന്മാര് സബ്മറൈനിലെ കൂടെ വിട്ട് ഇത് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞ എത്ര 1000 കോടി രൂപയുടെ നഷ്ടം വരുന്നത്. അതുകൊണ്ട് രാജ്യങ്ങൾ പെർമിഷൻ ഇല്ലാതെ പോകത്തേയില്ല. എന്തോ പെർമിഷൻ ഇല്ലാതെ പോകത്തില്ല. നമ്മൾ പറഞ്ഞു ഒരു വർഷത്തിൽ 30,000 കപ്പലുകൾ പോകുന്ന സ്ഥലമാണ്. ഐഡിയ കിട്ടിയോ? പക്ഷെ ഈ കപ്പലുകൾ ഏത് രാജ്യത്തിന്റെയാ പോകുന്നതെന്നറിയാം? ചൈന, ഇന്ത്യയുടെ മെയിൻലി നടക്കുന്ന മൊത്തം അങ്ങനെ. അപ്പൊ ഇന്ത്യ, ചൈന, അതുപോലെ തന്നെ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ളത്, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ ഇതിലെല്ലാം എന്തോ പോകുന്നത്, ഓയിൽ പോകുന്നത് ഈ വഴി കൂടാ. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോണം, ഈ കപ്പൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഈ കപ്പലുകളുടെ യാത്ര കൃത്യമായി നിന്ന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വലിയ പ്രതിസന്ധി ഇറാനും ഉണ്ടാവും. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറൊരു സേഫ് സ്ഥലമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇറാൻ 1979 മുതലേ ഉപരോധം ഏറ്റെടുക്കുന്ന രാജ്യമാണ്. ലോക രാജ്യങ്ങളെല്ലാം എമ്മരെ പണിതുകൊണ്ടിരിക്കുക. കാരണം അമേരിക്കയുടെ ഇടപെടലുണ്ട്. അതായത് ഈ നിരായുധീകരണവുമായിട്ട് ഈ നമ്മുടെ യുറേനിയം, അതായത് ആണവോർജം, ആണവായുധ നിരോധനവുമായി ബന്ധപ്പെട്ട് അന്ന് മുതലേ അവർ ഉപരോധമാണ്, ശക്തമായിട്ടുള്ള ഉപരോധം ഏർക്കുന്നത്. 2000-ലും 2021-ലും ഒക്കെ ഇവന്മാർ ഭയങ്കരമായ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുക. അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫേസ് ചെയ്ത് പഠിച്ചവരാ. അവരവരുടെ രാജ്യത്തുള്ള ഇന്റേണൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ, കാരണം ഇവർ പ്രതിസന്ധി കണ്ട് പ്രതിസന്ധിയുടെ മാക്സിമത്തിലൂടെ പോകുന്നത്. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധി, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇന്ത്യ എന്ത് ചെയ്തു, ഒരു പ്രതിസന്ധി വന്നു. ഏതാ? ഓയിലിന്റെ പ്രതിസന്ധി വന്നു. ആ പ്രതിസന്ധിക്കെതിരായ ഒരു സംവിധാനം ചെയ്ത് പ്രാക്ടീസ് ഇല്ല. അതുകൊണ്ടാണ് 2-3 ദിവസം കൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഹോട്ടലുകൾ അടച്ചത്. മനസ്സിലാവുന്നോ? നമുക്കിപ്പോ അവർക്ക് അനുഭവമില്ല. മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തോ പറ്റി, അവര് ജീവിതത്തിൽ ഇത് കണ്ട് ഇവര് കേട്ട് അവിടുത്തെ ജനവും, അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ചെറിയ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചേക്കുവാ. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മോഡേണൈസ് ആയിട്ടുള്ള വെപ്പൺസാ ഉള്ളത്. മനസ്സിലാവുന്നോ? ഇസ്രായേൽ ആയാലും. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ ടെക്നിക്സുകൾ കൊണ്ടാണ് ആളെ അടിക്കുന്നത്, യുവമാരെ അടിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നോ? ഒരു ജിയോ പൊളിറ്റിക്സ്, അതായത് നമ്മുടെ ഈ പറയുന്ന അമേരിക്കയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് എത്ര, നമ്മുടെ ഇവിടുന്ന് തന്നെ 10-14,000 കിലോമീറ്റർ ഉള്ളതാണ്. അതുകൊണ്ട് അവിടെ പോയി അടിയൊന്നും നല്ലതായിട്ട് നടക്കത്തില്ല. പക്ഷെ അവരുടെ കൊച്ചു കൊച്ചു രാജ്യങ്ങളാണ് ഈ പറയുന്ന UAE-യിലുള്ളത്, അവരുടെ കൺട്രോളിലാണ്. അപ്പൊ അവരവരുടെ പൈസ എന്ത് ചെയ്ത്, അവർ ഈ യുദ്ധം വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ സഹായം കിട്ടാൻ അമേരിക്കയുടെ യുദ്ധ സാധനങ്ങളും കോപ്പുകളും എല്ലാം മേടിച്ചു വെച്ചേക്കുക. മനസ്സിലാണോ? യുദ്ധ കോപ്പുകളെല്ലാം യവന്മാര് മേടിച്ചു വെച്ചേക്കുക. അപ്പൊ അവരോട് പറഞ്ഞു ഓയിൽ തരണം. ഓയിൽ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അവന്മാർ എന്തോ ചെയ്യും, സമ്പത്ത് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അവന്മാര് ആയുധം കൊടുക്കും, യുദ്ധം വന്ന സംരക്ഷിക്കും. പക്ഷെ ഇറാനുമായിട്ടൊരു യുദ്ധം വന്നപ്പോ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാം, ഇറാൻ എന്ന് പറഞ്ഞാൽ അവരുടേതായ രീതിയിലുള്ള വളരെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നോ?
അപ്പൊ അവന്മാരെന്തോ ചെയ്യും? അടിക്കും. ഓക്കെ. അവന്മാരുടെ കയ്യിൽ കൊച്ചു കൊച്ചു ആയുധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അവന്മാർ അത് വെച്ചിട്ട് അടിക്കുമ്പോ യവന്മാർ വലിയ വില കൂടിയ സാധനം വെച്ചാ തിരിച്ചടിക്കുന്നത്. അപ്പൊ ഇവർക്കൊരു ലിമിറ്റ് ഉണ്ട്, മറ്റവന്മാർക്ക് ലിമിറ്റ് ഇല്ല. മനസ്സിലാവുന്നോ? ചെറിയ പൈസക്ക്. യഥാർത്ഥത്തിൽ ലോകത്തെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ലൈഫ് ലൈൻ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഹോർമൂസിലൂടെ പോകുന്നതാ. മനസ്സിലാവുന്നോ? അപ്പൊ ഈ അതിന്റെ നിയന്ത്രണം ആരൊക്കെയാന്ന് പറഞ്ഞേ? ഇറാനും ഒമാനും. മനസ്സിലാവുന്നോ? പക്ഷെ ഒമാനെ കൊണ്ട് അതിനുള്ള കഴിവുണ്ടോ? ഇല്ല. പിന്നെ ഇറാനെ അങ്ങനെ വിശ്വസിക്കാനും പറ്റത്തില്ല. ഇവന്മാർ എന്തൊക്കെ ഭൂമിക്കടിയിലും വെള്ളത്തിനടിയിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് പക്ഷെ ഇവരുടെ ഇൻഡസ്ട്രി സ്വന്തമായിട്ട് അവന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നോ? ഇപ്പൊ ഈ ഓയിൽ എക്സ്പോർട്ട് യഥാർത്ഥത്തിൽ കുറഞ്ഞിരിക്കുക. ആരുടെയാ? ഇറാന്റെ. അവർ ഈ മൊത്തത്തില് ഈ കറൻസിയുടെ വാല്യൂ കുറച്ച് അവരുടെ ഇറാന്റെ. അങ്ങനെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കറൻസി അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ വന്നു, തൊഴിലില്ലായ്മ ഉണ്ടായി. ഇങ്ങനെ വലിയ പ്രതിസന്ധി 1979 മുതലേ ആരെടുക്കുന്നുണ്ട്? ഇറാൻ എടുക്കുന്നുണ്ട്. ഇത് കണ്ടും കേട്ട് യവന്മാരെന്തോയി? പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഇവരങ്ങ് കരുത്തരായി. ഇന്ത്യക്ക് എങ്ങനെ ഇത് കണ്ട ഇച്ചിരി ഗ്യാസിന്റെ അതിനകത്തൊന്ന് കയറ്റി വിടാതിരുന്നപ്പോഴത്തേക്ക് 3 കപ്പൽ വരാതിരുന്നപ്പോഴത്തേക്ക് ഇവിടെ വെള്ളം കുടിച്ചു. ഐഡിയ കിട്ടുന്നോ? മനസ്സിലാവുന്നോ? അപ്പൊ ഇറാനും ഇന്ത്യയും കൂടെ, അപ്പൊ ഒരു ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ വരാമെന്നതാ. ഇറാനും ഇന്ത്യയും കൂടെ തമ്മിൽ എത്ര ദൂരം ഉണ്ടാവും? ഇറാനും ഇന്ത്യയുടെ കടലിന്റെ ദൂരമൊന്നുമല്ല. ഇന്ത്യയും ഇറാനുമായിട്ട് ഏറ്റവും അടുത്തുള്ള സ്ഥലം ഏതാന്ന് വെച്ചാൽ ഇന്ത്യയുടെ സംസ്ഥാനം ഗുജറാത്താ. ആരെ? ഇന്ത്യൻ സംസ്ഥാനം. പാകിസ്ഥാനിൽ കൂടെ നമുക്ക് ഇറാനി കരഭാഗം പോവാം എന്ന് പറഞ്ഞുകൊണ്ട് എമാരെ നമ്മുടെ ട്രക്കുകൾ ദിവസം പോകാൻ എമാരെ സമ്മതിക്കുമോ? ആരെ? പാകിസ്ഥാൻ സമ്മതിക്കത്തില്ല. അപ്പം കരഭാഗം നമുക്ക് പോകാൻ പറ്റുന്ന പാകിസ്ഥാനിലൂടെ പോകാം. ആ പരിപാടിയൊന്നും നടക്കത്തില്ല. ഇവിടുന്ന് 2800 കിലോമീറ്റർ, ഏകദേശം ഒരു 2700 കൂട്ടിക്കും. ചില സ്ഥലത്തൊക്കെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള അതിർത്തി അങ്ങനെ കയറാൻ പറ്റത്തില്ല. എന്നാലും ആ സ്ഥലത്തിന്റെ ഇതുകൊണ്ട് 1800 കിലോമീറ്റർ വരെയൊക്കെ ഉള്ള ദൂരമേ ഉള്ളൂ. മനസ്സിലാവുന്നു? അപ്പൊ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അപ്പൊ ഈ ഹോർമൂസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഈ കപ്പൽ വരെ. ഈ കപ്പൽ വന്നാൽ ഇന്ത്യക്ക് പക്ഷെ അത് വന്നേ പറ്റൂ. ഇന്ത്യയുടെ ഓയിൽ മൊത്തം മിക്കതും വന്നുകൊണ്ടിരിക്കുന്ന എവിടുന്നാ? ഈ രാജ്യങ്ങളിൽ നിന്നാണ്. മനസ്സിലാവുന്നോ? എന്നാൽ റഷ്യയിൽ നിന്നാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? എണ്ണ മേടിച്ചോണ്ടിരുന്നത്. പക്ഷെ നമ്മൾ പണ്ട് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കാരണമായി ഇന്ത്യ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പോലും പണ്ടത്തെ നമ്മുടെ നയതന്ത്രപരമായ കാര്യം. ഈ എല്ലാ നയതന്ത്രപരമായ കാര്യങ്ങളും പൊളിഞ്ഞത് എങ്ങനെ? ഈ BJP വന്നതിന് ശേഷമാ. ഇവർ ചുമ്മാതെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അടിക്കുന്ന അടിയാ. കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഇറാനുമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര ഐഡിയോളജിക്കലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിരുന്ന ബന്ധങ്ങളാ. അതൊക്കെ അമേരിക്കയിൽ പോലും ചെന്നിട്ട് മൻമോഹൻ സിംഗ് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇപ്പം ഭയങ്കര വൈറലായിട്ട് കിടക്കാം. മൻമോഹൻ സിംഗ് ഒക്കെ പൊട്ടനാന്ന് പറയാൻ പറ്റത്തില്ല. 1991 ന്യൂ എക്കണോമിക് പോളിസി ഒക്കെ അഡോപ്റ്റ് ചെയ്ത് ലോകത്തെ ഇന്ത്യയെ കൊണ്ടുവന്നത് എവരാ? അല്ലാതെ ഈ പറയുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് അയൽ രാജ്യങ്ങളുമായിട്ട് ഒരു ഇതുമില്ല. നമ്മളിപ്പോ ആക്ച്വലി ഇപ്പം ഇന്നലെ ഇയാൾ പറഞ്ഞില്ലേ, ക്രിസ് റൈറ്റ് പറഞ്ഞ ഒരു സംഭവം ആലോചിച്ചോണം. ക്രിസ് റൈറ്റ് പറഞ്ഞ എന്തുവാ? ഞങ്ങൾ ഹോർമൂസ് പിടിക്കാൻ നിന്നാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം ആരായിരിക്കും? ഇന്ത്യയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആര് കേട്ടിട്ടുണ്ടാവും? ഇറാന്റെ മനസ്സിൽ ഇരിപ്പോണ്ടില്ലേ? എന്നാ നീ ഓയിൽ കൊണ്ടുപോടാന്ന് അങ്ങനെ വിചാരിച്ചാൽ എന്ത്? അവർ ആശങ്കയിലാവാനുള്ള കാരണം അതാണ്. മനസ്സിലാവുന്നോ? ഇത് നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണം. ഈ വേറൊരു സ്ഥലം ഇതിനിടയ്ക്ക് തന്നെ ഉണ്ട്. ഈ ചാമ്പഹാർ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒരു സ്ട്രേറ്റ് ഉണ്ട്. അതിനകത്തൂടെ വേണേ വരാം. പക്ഷെ അതും എന്താണ്? ഒമാനിലൂടെ കയറി വരണ്ടേ? അപ്പൊ പാത്ത് ഓഫ് ഒമാൻ എന്ന് പറയുന്ന സാധനം അതാണ്. ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്നത്. അതിലേക്കൂടെ കയറി വരണമെങ്കിൽ ഒമാൻ അടുത്തല്ലേ? ഒമാൻ അവിടെ അടിക്കും. അതുകൊണ്ട് അതും വലിയ പാടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായോ? പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ കൂടുതൽ എവിടുന്നാന്ന് പറഞ്ഞാൽ നമ്മൾ റഷ്യ ഇറാഖിനെയൊക്കെയാണ് ബേസ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലാവുന്ന നമ്മളിപ്പോ ചെയ്യുന്നത് റഷ്യയുടെ നിന്ന് മേടിക്കാൻ സമ്മതിക്കണമെന്നുള്ള ഇപ്പൊ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അമേരിക്ക പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ആർക്കറിയാം എന്തൊക്കെയാണ്. അപ്പൊ മനസ്സിലായി. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇറാന്റെ ആ സ്ഥിതി നമ്മൾ മാറി. അത് കഴിഞ്ഞിട്ട് ഇറാഖും സൗദി അറേബ്യയും പിന്നെ ഏതായിരുന്നു പറഞ്ഞത്? ഈ പറയുന്ന രാജ്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തോ ചെയ്തോണ്ടിരുന്നത്. നമുക്ക് ഓയിൽ പ്രധാനമായും തന്നോണ്ടിരുന്നത്. മനസ്സിലാവുന്നു? എന്നാൽ ഇപ്പൊ അതിനകത്തൊക്കെ ഒത്തിരി പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ സാധനം വരുന്നതും ഇതിലേക്ക് തന്നെ കയറി വരണം. മനസ്സിലാവുന്നോ? വേറൊരു വഴിയില്ല. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ അന്നേരം പറയാം, ഓരോരുത്തരോട് ഇങ്ങനെ കപ്പലോ കടലില്ല അതിലെ കൂടെ കയറി. ഈ കപ്പൽ യാത്ര ചെയ്യുന്നതിന് അങ്ങനെയുള്ള അത്രയും ആഴവും കാര്യങ്ങളും ഒക്കെ വേണം. അതാണ് അതിന്റെ പ്രശ്നം. മനസ്സിലാവുന്നു? അപ്പം നമ്മളൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്കിത് പോണോന്നുണ്ടെന്നുണ്ടെങ്കിൽ കരമാർഗം പോണോന്നുള്ള ഒറ്റ വഴി ആരാണ്? പാകിസ്ഥാനാണ്. ആ പരിപാടിയൊന്നും നടക്കത്തില്ല.
മനസ്സിലായോ? പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഇറാന്റെ അടുത്തടുത്തുള്ള രാജ്യങ്ങൾ ഏതാണെന്നറിയാം? അഫ്ഗാനിസ്ഥാന്, ടർക്കിസ്ഥാന്, അസർബൈജാന്, മനസ്സിലായോ? ഇതുവഴിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലേ പോകാൻ പറ്റുമോ? പക്ഷെ വേറൊരു കാര്യം ആലോചിച്ചോണം, ഇറാനും ഇസ്രായേലും തമ്മിൽ 1500 കിലോമീറ്റർ ദൂരം, 1700 കിലോമീറ്റർ ദൂരത്തോളേ ഉള്ളൂ. മനസ്സിലാവുന്നോ? അതുകൊണ്ട് യുവമാർക്ക് ഒരു ആയുധം അവിടെ വിടാൻ പറ്റും. മനസ്സിലാവുന്നോ? പിന്നെ അത് പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്ത്യ ഇറാനുമായിട്ട് പ്രശ്നം ഉണ്ടായാലും പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ, ആ ദൂരമൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമുക്കുണ്ട്. ഗുജറാത്തും നമ്മളുമായിട്ടൊക്കെ 1800-2000 കിലോമീറ്ററിനകത്തുള്ള പണികളേ ഉള്ളൂ. അപ്പൊ അങ്ങനെയും നമ്മൾ ആലോചിച്ചോണം. മനസ്സിലാവുന്നോ? എന്ന് പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറാനും ഇസ്രായേലിനും ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1500 കിലോമീറ്ററേ ഉള്ളെന്നുണ്ടെങ്കിലും അതിനിടയിലുള്ള രണ്ട് രാജ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചോണം. ഇറാഖും സിറിയയുമാണ് അതിനിടയ്ക്കുള്ളത്. മനസ്സിലാവുന്നോ? അതുകൊണ്ടാണ് ഏതൊക്കെയൊക്കെ ഇറാൻ വിടുന്നത് എവിടെ പോയി വീഴുന്നത്, ഇസ്രായേൽ ഇറാഖിലൊക്കെ പോയി വീഴുന്നതെന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക അടിക്കുന്ന സാധനം ഇറാനി തകർന്നെന്നൊക്കെ പറയുന്നതിന്റെ, ഇറാഖി തകരുന്നതിന്റെ പറയുന്നതിന്റെ കാരണം ഇതാണ്. എന്നാൽ ഇറാനോട് ചേർന്ന് കാണുന്ന രാജ്യം ഏതാന്ന് വെച്ചാൽ പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ടർക്കിസ്ഥാന്, മനസ്സിലായോ, അസർബൈജാന്, പിന്നെ അർമേനിയ, ടർക്കി, ഇറാഖ്, ഇതെല്ലാം എന്തുമായിട്ട് പേറി കിടക്കുക? ഇതെല്ലാം ഇറാനോട് ചേർന്ന് നടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇറാഖ് അതോട് ചേർന്ന് നടക്കുന്നതാണ്. അതുവഴി പാകിസ്ഥാനിൽ കിടക്കണം, ടർക്കിസ്ഥാനിലുണ്ട്, പിന്നെ അതോടെ തന്നെ അസർബൈജാനുണ്ട്, അർമേനിയുണ്ട്. ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ് അതിനോട് ചേർന്നത്. പിന്നെ പറഞ്ഞാൽ കടലിനപ്പുറത്ത് വെറും 150-200 കിലോമീറ്ററേ ഉള്ളൂ ബാക്കിയുള്ള ഏതൊക്കെയാ, കുവൈറ്റ് ആയാലും അതുപോലെ തന്നെ ദുബായ് ആയാലും. ദുബായിൽ 150 കിലോമീറ്ററേ ഉള്ളൂ, അതുകൊണ്ടായിരുന്നു പൊട്ടിക്കുന്നത്. ചുമ്മാ ട്രോൺ പറത്തി വിട്ട് പൊട്ടിക്കുന്നതാ. ട്രോൺ ഇങ്ങനെ ഒരു കുഞ്ഞ ട്രോൺ ഇങ്ങനെ വിടും, ഒരു 5-6 ലക്ഷം രൂപയുടെ സാധനം. പറയുന്നേ നമ്മളില്ല പട്ടം പൊട്ടിക്കുന്നതിന്റെ കൂട്ടി ഇങ്ങനെ ഈ സാധനം പറഞ്ഞു വിട്ടാലും അവൻ എന്തോ ചെയ്യണം, വലിയ ആയുധം വെച്ചാൽ ഇത് പൊട്ടിക്കുന്നേ. അവന്റെ ഒരു 15 ലക്ഷം രൂപയുടെ സാധനം എത്ര രൂപയുടെ, അവൻ 50 കോടിയുടെ സാധനം വെച്ചാ പൊട്ടിക്കുന്നത്. അവന് കൂടി വന്നാൽ എത്ര എണ്ണം പൊട്ടിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നത് ആരാണ്ടൊക്കെ പറയുന്നത് എബ്രാഹിം ഉണ്ട് അവരുടെ കപ്പല്, അതുവരെ അടിച്ചു പൊട്ടിച്ചെന്ന, അതിന്റെ അറ്റമൊക്കെ അടിച്ചു പൊട്ടിച്ചെന്നൊക്കെയാ പറയുന്നത്. എനിക്കറിയത്തില്ല. ഇന്നലെ ഇവിടെ ഞാൻ തപ്പി നോക്കിയിട്ട് കാണുന്നില്ല. ഒരു ഇസ്രായേലിലുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു കേട്ടോ, മലയാളി. അവളൊന്നും ഈ വാർത്ത ഇടുന്നൊരു പെണ്ണാ, റീന ഇസ്രായേൽ എന്നങ്ങാണ്ട അവളുടെ പേര്. ഞാൻ ഇന്നലെ തപ്പി നോക്കി, റീന എന്തോ കേട്ടോ. അവളുടെ അതിനകത്ത് നോക്കി അവള് പറയോ കർത്താവിന്റെ ഭൂമി നശിക്കുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന് അടിക്കുന്ന അടിയായിട്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇറാൻ നല്ല പരിപ്പ് കൊടുക്കുന്ന, നല്ല സൂപ്പറായിട്ട് പണി കൊടുത്തോണ്ട് ഇരിക്കുവാ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ? ഈ ബേസ്മെന്റ് കിട്ടിയോ? നിങ്ങൾക്ക് ഒരു സംഭവം മനസ്സിലാക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചുമ്മാതൊക്കെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത് ഏതാ? ഏഷ്യൻ ഭൂഖണ്ഡത്തിലാ. ഏഷ്യയോട് ചേർന്ന് നടക്കുന്ന രാജ്യങ്ങൾ ഏതാ? ഇന്ത്യയോട് ചേർന്ന് നടക്കുന്ന രാജ്യങ്ങൾ ഏതാ? ഇന്ത്യയിൽ ഇങ്ങനെ നമ്മൾ ഇറാൻ വരെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. മനസ്സിലായി? മെസൊപ്പൊട്ടേമിയ അതൊക്കെ ഇങ്ങോട്ട് നമ്മുടെ ഈ സംസ്കാരം എല്ലാം ഇങ്ങനെ വരുന്നതിന് കാരണവും അതാണ്. ഇറാന്റെ സംസ്കാരം എല്ലാം നമുക്കുമായിട്ട് അനുകൂലമായി, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ, സിന്ധു നദീ സംസ്കാരം ഒക്കെ അതുമായി ബന്ധപ്പെട്ട് കടന്ന അതൊക്കെ പക്ഷെ മാറ്റിയത് ആരാ? ബ്രിട്ടീഷുകാരാ. അവർക്കൊരു കൺവീനിയൻസ് ഉണ്ടായിരുന്നു. അവരതനുസരിച്ച് ലോകത്തെ അവര് 13 അങ്ങനെ കോളനികളാക്കിയായിരുന്നു ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ പോട്ട് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ? ഹോർമൂസ് എന്തുവാന്നും, എത്ര കിലോമീറ്റർ ഇതുണ്ടെന്നും, കപ്പലുകൾ അതിലേ പോകുന്നു, എത്ര കിലോമീറ്ററോടെ കപ്പലുകൾ പോകുന്നു, ഇറാന്റെ അതിർ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൂരം, തൊട്ടടുത്ത രാജ്യങ്ങൾ ഏതാണ്, ഒരു റോഡ് വഴി ഇതൊക്കെ നടക്കുമോ? ഇങ്ങനെ 100 കണക്കിന് ക്വസ്റ്റ്യൻ പഠിച്ചോ? താങ്ക് യു. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ഇനി എക്സ്പോർട്ടിംഗ് ഒക്കെ? അതൊക്കെ ഒരു രാജ്യം എന്ന് പറയുന്നത് എപ്പോഴും നയതന്ത്രപരമായ കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടാവും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ചെറുതായിട്ട് ഭയപ്പെട്ടിട്ടുണ്ട് ലോക രാജ്യങ്ങൾ. പക്ഷെ ഇതിൽ ഏറ്റവും ഭയപ്പെട്ടത് അമേരിക്ക ഇസ്രായേലുമാണ്. അവര് ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് നടന്നോ? അപ്പൊ ആരോ പറയുന്ന കേട്ട് ഇസ്രായേൽ പഴയതുപോലെ അഭയാർത്ഥികളായി മാറേണ്ടി വരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് പല രാജ്യങ്ങളിലെ ജൂതന്മാര് അതായത് 1930-35 കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാസി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് നമ്മുടെ ഹിറ്റ്ലർ വരുന്ന സമയത്ത് ഹിറ്റ്ലറിന് ആ രാജ്യത്തുള്ള ജർമ്മനിയിലെ ആൾക്കാരെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി ഇന്ത്യയിൽ എന്തോ ചെയ്യുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ആൾക്കാരെ ഒന്നിപ്പിക്കുന്നത് പോലെ മുസ്ലിങ്ങളെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഹിന്ദുക്കൾ എന്ത് ചെയ്യും? ആ വികാരം കൂടും. ഇതുപോലെ ഇത് ഒരു തന്ത്രമാണ്. അങ്ങനെയായിരുന്നു നാസികൾ എന്ത് ചെയ്ത് ജർമ്മൻകാരെ ഒന്നിപ്പിച്ചത്. അങ്ങനെ എന്ത് ചെയ്ത് നാസികള് ഈ അവിടുത്തെ ജൂതന്മാർ ഇഷ്ടം പോലുള്ള സ്ഥലമായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓരോ വീട് പോലെ താമസിച്ച് ക്രിസ്മസിന് കേക്കും കൊടുത്തോണ്ടിരുന്നവര് എന്തോ ചെയ്ത് പെട്ടെന്ന് എന്ത് ചെയ്ത് ഇവർ രണ്ടായി മാറുന്നു. അങ്ങനെ രാജ്യബോധം വളർത്തുന്നതിന് വേണ്ടി യവന്മാരെ എന്ത് ചെയ്തു? ഈ നാസികളെ ആരെ കൊല്ലാൻ തുടങ്ങി? നമ്മുടെ
ഇസ്രായേലികളെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെയാണ് ഇസ്രായേലികളെ എല്ലാം കൂടെ പിടിച്ച് കൊന്നു കുഴിച്ചിടാൻ സ്ഥലമില്ല. അങ്ങനെയാണ് ഗ്യാസ് ചാമ്പറിലിട്ട് പുഴുങ്ങി അരച്ച് കടലിൽ തള്ളി. അങ്ങനെ ഭയങ്കര സംഭവങ്ങളുണ്ട്. അത് എന്നെ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പിന്നെ എല്ലാവരും കരകയറി. അവരെ എന്നിട്ട് ഏറ്റവും അവസാനം ലോകത്തെ ഇവന്മാരെല്ലാം കൂടെ ഒരു സ്വതന്ത്ര രാജ്യം ഇസ്രായേലിന് കൊടുത്തതാ. പിന്നെ അവര് ഭയങ്കര ദീർഘവീക്ഷണത്തോടെ ചെയ്തു. പക്ഷെ ഇവിടെ പണി മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ.